ഹായ്, വെൽക്കം ടു എജ്യൂബിറ്റ്സ് ലേണിംഗ്. കേട്ടറ്റ് എക്സാമിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവസാന നിമിഷത്തിൽ തിരക്ക് പിടിച്ച് എന്ത് നോക്കണം, എന്ത് പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാതെ അല്ലെങ്കിൽ പരക്കം പായുന്ന ഒരു സമയത്ത് നമുക്ക് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തായ ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരു സർഫസ് ലെവലിൽ ചില ചോദ്യങ്ങൾ വരാറുണ്ട്, ചിലത് കുറച്ചും കൂടി ഡെപ്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല മാർക്ക് കിട്ടിയവരൊക്കെ ഒന്ന്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് എക്സാം ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ള കോൺഫിഡൻസ് ഇപ്പോൾ തന്നെ പ്രകടിപ്പിക്കുക. തീർച്ചയായും നമ്മുടെ ആത്മവിശ്വാസം നമ്മളത് മറ്റുള്ളവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ആ ഒരു ഊർജ്ജം മതി എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻസ്, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻസുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ ദിനങ്ങൾ നമുക്ക് കൺഫ്യൂഷനുള്ള ഏരിയാസ്, ഈ ഏരിയകളൊക്കെ ഒന്ന് കവർ ചെയ്യാനുള്ള സമയമാണ്. നമ്മൾ ഒരുപാട് PYQs ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രയാസമുള്ള ഏരിയകളൊക്കെ ഒരു വട്ടം കൂടി റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഒരു സമയം വെറുതെ ആക്കാതെ നമുക്ക് കിട്ടുന്ന പരമാവധി സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഈ എക്സാമിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകണം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം നോക്കൂ. പ്രകടനപര ബുദ്ധിമാപ്പിന് ഏറ്റവും അനുയോജ്യമായത്, നമ്മൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് കുറേ പഠിച്ചിട്ടുണ്ട്. അതിലൊരു വ്യത്യസ്തമായൊരു ചോദ്യം, പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. ഇവിടെ നോക്കൂ, ഡഫ് ആൻഡ് ഡം ചിൽഡ്രൻ, ബാക്ക്വേർഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ആർക്കാണ് ഈ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പെർഫോമൻസ് ടെസ്റ്റ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ്റലിജൻസ് ടെസ്റ്റ് പല ടൈപ്പ് ഉണ്ട്. അതായത് അതിൻ്റെ ഇൻഡിവിജ്വൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ടെസ്റ്റ്, ഇങ്ങനെ നമുക്കതിനെ വേർതിരിക്കാം. ഇൻഡിവിജ്വൽ, അതായത് ഓരോ വ്യക്തി സിംഗിളായിട്ട് ഒരു വ്യക്തിയിൽ ടെസ്റ്റ് നടത്തുന്നതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയാം, ആ രീതിയിൽ. അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റുകളുണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ആർമി ആൽഫ, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആർമി ആൽഫ ടെസ്റ്റ് കേട്ടോ. അതുപോലെ ബീറ്റ ടെസ്റ്റുകളൊക്കെ ഗ്രൂപ്പ് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. അതായത് ഗ്രൂപ്പായിട്ട് നടത്തുന്ന ടെസ്റ്റുകൾ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഒരു മീഡിയം വേർബൽ ആൻഡ് നോൺ വെർബൽ. മറ്റു രീതിയിൽ വേർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റുകളുണ്ട്. നോൺ വെർബൽ. അപ്പം ഈ നോൺ വെർബൽ ടെസ്റ്റുകൾക്കാണ് നമ്മൾ ചെയ്യുന്നത് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പെർഫോമൻസ് ടെസ്റ്റ്. നിങ്ങൾ കുറേ ഇൻ്റലിജൻസ് ടെസ്റ്റ്, IQ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതൊന്ന് ക്ലിയർ ആക്കാം ഈ സമയത്ത്. ഈ നോൺ വെർബൽ ആയ ടെസ്റ്റുകൾക്ക് നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പെർഫോമൻസ് ടെസ്റ്റുകളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം ഈ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകളല്ല, പെൻ ആൻഡ് പേപ്പേഴ്സ്. സോ അപ്പോൾ നിങ്ങൾ പറയും ഏതായിരിക്കും ഇവിടെ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടല്ലാത്ത ടെസ്റ്റ്? ഈ 4 എണ്ണത്തിൽ ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചത്. സ്യൂട്ടബിൾ എന്നല്ല, മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചത്. പെൻ ആൻഡ് നമുക്കറിയാം അത് ഡഫ് ആൻഡ് ഡം ചിൽഡ്രൻ ആണ്. ഡഫ് ആൻഡ് ഡം ചിൽഡ്രൻ അവരുടെ പെർഫോമൻസ് ടെസ്റ്റിലാണ് നമ്മൾ അസസ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. ബാക്ക്വേർഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഇതൊക്കെ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ നമുക്ക് എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്കൊക്കെ, ഇല്ലിറ്ററേറ്റ് ആയ ആളുകൾക്കൊക്കെ ഈ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അവരുടെ പെർഫോമൻസ് ആണ് അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്, സോഷ്യലൈസേഷൻ പ്രോസസ്സ്. സോഷ്യലൈസേഷൻ നമ്മുടെ സിലബസിലുള്ള ഒരു ഏരിയ കേട്ടോ. പെഡഗോജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സോഷ്യലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? കുടുംബം, അയൽപ്പക്കം, നെയ്ബർഹുഡ്, സ്കൂള്, റിലീജിയൻ, മതം. ഏതായിരിക്കും പ്രൈമറി? ആദ്യം ഒരു കുട്ടി ഏതാണ്? ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നല്ലേ അവൻ്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഫാമിലിയിൽ നിന്നാണ്. സോ ഈ ഭാഗത്തുനിന്ന് സിമ്പിളായ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം, അതായത് കണ്ടീഷണൽ റെസ്പോൺസ് വെൻ എ കണ്ടീഷൻ റെസ്പോൺസ് ബ്രീഫ്ലി ഡിസപ്പിയേഴ്സ് എന്നാട്ടോ. ഡിസപ്പിയേഴ്സ് അത് അപ്രത്യക്ഷമാണോ, അപ്പിയേഴ്സ് എന്നാട്ടോ. ഓക്കെ, അപ്പിയേഴ്സ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റിങ്ഷ്ഡ് ഈസ് കോൾഡ്. അതായത് പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. അപ്രത്യക്ഷമായത് വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കണ്ടീഷൻ അല്ലേ, വിലോപം, എക്സ്റ്റിങ്ഷൻ, ഹയർ ഓർഡർ കണ്ടീഷനിങ്, സ്പോണ്ടാനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഈ വേർഡുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഈ ഓപ്ഷൻസുകൾ നമുക്കറിയാം. ഇതിൻ്റെ ആ ഓപ്ഷൻ എന്താ? കറക്റ്റ് ഓപ്ഷൻ അത് സ്പോണ്ടാനിയസ് റിക്കവറിയാണ്, പുനഃപ്രാപ്തിയാണ്. അല്പസമയം അപ്രത്യക്ഷമായി വീണ്ടും കാണുന്നല്ലേ, ആ കണ്ടീഷൻ റെസ്പോൺസ് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ സ്പോണ്ടാനിയസ് റിക്കവറി എന്ന് പറയും. അതുപോലെ സ്റ്റിമുലസ്, ചോദക സാമാന്യവൽക്കരണം. നമ്മൾ പറയാറില്ലേ, ഒരു കറുത്ത പട്ടിയെ കാണുന്നു, അതിനെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെക്കുമ്പോൾ ഈ കണ്ടീഷൻ ചെയ്ത ശേഷം കറുത്ത വസ്തുക്കൾ കാണുമ്പോഴൊക്കെ കുട്ടിക്ക് ഒരു പേടി അനുഭവപ്പെടുന്നു അല്ലേ. കറുത്ത പട്ടിയിലുള്ള പേടി, ഫിയർ, അത് പതിയെ പതിയെ കറുത്ത വസ്തുക്കളിലേക്ക് കാണുമ്പോഴൊക്കെ ഉണ്ടാവുന്നതിന് നമുക്ക് ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയാം. അതുപോലെ എക്സ്റ്റിങ്ഷൻ ഞാൻ സിമ്പിളായി പറഞ്ഞാൽ ഈ നമ്മുടെ കണ്ടീഷണറായിട്ടുള്ള ചോദകം നൽകുന്നതിനോടുകൂടെ പലതവണ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചോദം കൊടുക്കുക, അൺകണ്ടീഷണഡ് സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, അത് നൽകാതിരുന്നാൽ പ്രതികരണം, റെസ്പോൺസ് പതിയെ ഇല്ലാതാകുന്നു. അതിനാണ് കൃത്രിമ ചോദകത്തോടൊപ്പം അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കാതിരുന്നാൽ അവിടുന്ന് റെസ്പോൺസ് നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ വിലോപം എന്ന് പറയുന്നത്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഒരു നേഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാനുള്ള കാരണം, ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്, ബുദ്ധി കുറവായത് കൊണ്ടാണോ? ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഫൈൻ മോട്ടോഴ്സ് മസിൽസ്, ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഓഫ് ഗ്രോസ് മോട്ടോർ മസിൽസ്, അതുപോലെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണ് നിർബന്ധിച്ച് എഴുതിക്കരുത്? നമ്മൾ കുട്ടികളുടെ അല്ലേ പേശി ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ നമുക്കറിയാം കുട്ടികളുടെ ഗ്രോസ് മോട്ടോർ മസിൽസ് ആണോ ഫൈൻ മോട്ടോർ മസിലാണോ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്? ഏതാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, ഏതാണ്? അപ്പോൾ നമുക്കറിയാം അത് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലേ, മസിൽസുകളാണ്. നമ്മൾ ഓടാനും നടക്കാനും കുട്ടി ആദ്യം പഠിക്കും, എന്നിട്ടല്ലേ കുട്ടി ഒരു സൂചി എടുക്കാൻ പഠിക്കുന്നത്. സൂചിയൊക്കെ കോർക്കാൻ പഠിക്കുമോ ചെറിയ പ്രായത്തിൽ തന്നെ? അത് ഡെവലപ്പ് ചെയ്ത് വരികയല്ലേ. സോ നമുക്കറിയാം ആ ഫൈൻ മോട്ടോർ മസിൽസുകൾ അതിൻ്റെ മെച്യൂരിറ്റി കുറവായത് കൊണ്ടാണ്, അതിൻ്റെ പക്വത കുറവ് കൊണ്ടാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകുന്ന ഘടകം. ഇത് നമ്മൾ പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട ലേണിംഗ് ഡിസാബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കുറച്ചും കൂടി ഉള്ളിലുള്ള എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിക്കുന്നത്. ഒന്ന് ഹെറിഡിറ്റി, സ്കൂൾ ക്ലൈമാറ്റ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി, ഫോൾട്ടി ലേണിംഗ്. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാരണം? നമുക്ക് പറയാം അത് പാരമ്പര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പഠനത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നോ അതിലധികമോ മാനസിക പ്രക്രിയയിലുള്ള തകരാറോ ന്യൂനതയോ ആണ് ലേണിംഗ് ഡിസാബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇത് ജനിതക സംബന്ധമായൊരു പ്രശ്നമാണ് അല്ലേ. പാരമ്പര്യ ഘടകങ്ങൾ പഠന വൈകല്യത്തിൻ്റെ പ്രധാന കാരണമാണ്. അതിനാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ്, ബുദ്ധി പരീക്ഷയിൽ ആണോ ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കൊണ്ട് വീണ്ടും താഴെ സ്കോർ ഡേഷന് താഴെ അല്ലേ, ഇത്ര സ്കോറിന് താഴെ സ്കോർ ലഭിക്കുന്നവരെ ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഏതാണ് ആ സ്കോർ? 70 120 20 100 ഏതാണ്? അതേതാണ്? അത് 70 താഴെയുള്ളവരൊക്കെ നമുക്ക് പറയട്ടെ. 20 ഒരിക്കലും പോവില്ല. പിന്നെ നമുക്കറിയാം ഒരു 90 to 110 ആവറേജ് ലെവലുള്ള ആളുകളാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വേറെ ഒരു തരംതിരിക്കുന്നത് നമുക്കറിയാം 130 കൂടുതൽ ആയാൽ നമുക്കതിനെ പ്രതിഭാശാലി എന്ന് പറയാം. അതുപോലെ 115 to 130 വരെയാണെങ്കിൽ സുപ്പീരിയർ, 110 ഒക്കെ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ചിലത് അല്ലേ 109 വരെ ശരാശരിയിൽ ഉൾപ്പെടുത്താറുണ്ട്. പല ഇത് കാണാറുണ്ട്. നിങ്ങൾ ഏകദേശം ആ ഒരു റേഞ്ച് മനസ്സിലാക്കാം.
പിന്നെ 85 മുതൽ 110, 15 വരെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ശരാശരി എന്ന് പറയാം. ഈ ഒരു റേഞ്ച് മനസ്സിലാക്കിയാൽ മതി. 70 അല്ലേ മുതൽ 85 ഡൾ എന്ന് പറയാം. അതുപോലെ തന്നെ മോറോൺ 50 to 70, അതുപോലെ ഇംബെസ് അല്ലേ ക്ഷീണബുദ്ധി 30 to 50 വരെ. ഇഡിയറ്റ് എന്ന് പറയുന്നത് 30 താഴെ. നമുക്ക് ഇവിടെ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മെൻ്റലി റിട്ടാർഡേഷൻ നമുക്ക് ആ 70 താഴെയുള്ള കുട്ടികളെയാണ് അല്ലേ. അപ്പോൾ അതിന് താഴെ ഒരുപാട് ഘട്ടങ്ങളുണ്ടെങ്കിലും 70 താഴെ വന്നാൽ അതിനെ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയയൊക്കെ പറയുന്നത്. ഒരുപാട് പുതിയ ഇന്നവേറ്റീവായ ഐഡിയാസ് വരുന്നത് നോക്കടാ. ഹ്യൂറിസ്റ്റിക് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ആൽഗരിതമാണോ, മീൻ ആൻഡ് അനാലിസിസ്. പല പേരുകൾ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഇന്നവേറ്റീവായിട്ട് ചിന്തിച്ച് പുതിയ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് എന്താണടാ അത് ക്രിയേറ്റിവിറ്റി എന്ന് പറയും അല്ലേ, സർഗാത്മകതയാണത്. അതിൽ നമുക്ക് പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ഒരു പുതുമയുടെ നിർമ്മിതിയാണ് പുതുമ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് പറഞ്ഞത് സ്റ്റാഗ്നർ, കാർ ആൻഡ് കാർവോക്സി. പുതിയതും പുതുമയുള്ളതുമായ ഒരു ആശയത്തെയും വസ്തുവിനെയും സൃഷ്ടിക്കാനും കണ്ടെത്താനും ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് സർഗപരത. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് അതിൽ തന്നെ നമുക്ക് ഹ്യൂറിസ്റ്റിക് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കണ്ടില്ലേ, അതായത് മെൻ്റലി ഷോർട്ട് കട്ടാണ്. അതായത് ആളുകൾ സാധാരണ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും എളുപ്പമായ മാർഗം സ്വീകരിക്കുന്നു അല്ലേ, ഒരു കൊഗ്നിറ്റീവ്. അപ്പോൾ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങൾ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചില എളുപ്പമാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്, ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൽഗരിതം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയൊക്കെ നമ്മൾ പറയുന്നത് ആൽഗരിതം എന്ന ഒരു രീതിയാണ് നമ്മൾ പറയാറുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതക്ക് ഉദാഹരണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരുടെ കൺസെപ്റ്റാണ് ചോദിച്ചാൽ ആൽപോർട്ടിൻ്റെ എന്ത് തിയറിയാണ്, ട്രേറ്റ് തിയറി. എന്ത് തിയറിയാണ്? ട്രേറ്റ് തിയറി. പലപ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൻ്റെ ഒരു മറ്റു രീതിയാണ്, നിങ്ങൾക്കത് മനസ്സിലായാൽ എഴുതാൻ പറ്റുന്നതാണ്. സെക്കൻഡറി ഏതാണ്, എത്ര ട്രേറ്റഡാ? കാർഡിനൽ അല്ലേ, സെൻട്രൽ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, അത് ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ്. അതായത് അപൂർവമായിട്ട് കാണപ്പെടുന്ന അല്ലേ, ചില സന്ദർഭങ്ങളിൽ മാത്രം കാണപ്പെടുന്ന അല്ലേ സ്വഭാവങ്ങൾക്ക്. അത് ഇതിലേതാ നോക്കി, നേതൃഗുണം, ലീഡർഷിപ്പ്. ഒരു പ്രത്യേക സമയത്തെ ഒരാൾക്ക് ലീഡർഷിപ്പ് ഉണ്ടാവുമല്ല അല്ലേ. ഇൻ്റലിജൻസ്, അത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു, അങ്ങനെ ഉണ്ടോ? ഇല്ല. അല്ലേ, അതാ അക്രമാകത്വം. ഇംഗ്ലീഷ് നോക്കിയാൽ അഗ്രസീവ്നെസ്. ഒരാൾ ഒരു അഗ്രസീവായിട്ടുള്ളൊരു സ്വഭാവം കാണിക്കുക, എപ്പോഴും അഗ്രസീവ്, അങ്ങനെ പറയാൻ പറ്റൂല അല്ലേ. അടുത്തും കൂടി നോക്കാം. ഫാഷൻ, ഇൻട്രസ്റ്റ് ഇൻ ഫാഷൻ. ഒരാളുടെ ഒരു ഫാഷനോടൊരു ഭ്രമമുണ്ടെങ്കിൽ അതും പലപ്പോഴും ഉണ്ടാകുന്ന സംഗതിയാണ്. അപ്പോൾ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? സെക്കൻഡറി ആയിട്ട് ഓപ്ഷൻ സി ഉൾപ്പെടുത്താം. അതാണെന്ത്, സെക്കൻഡറി ട്രേറ്റ്. അതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്കറിയാം പല ആളുടെയും സെൻട്രൽ ട്രേറ്റുകൾ ഉണ്ടാവും, പ്രധാന അയാളെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ട്രേറ്റിന് ഉദാഹരണങ്ങൾ പറഞ്ഞെന്തായിരുന്നു? കാർഡിനൽ ട്രേറ്റിലെ ഗാന്ധിജിയുടെ അഹിംസ, നോൺ വയലൻസ് അല്ലേ, അതുപോലെ തന്നെ ധീരത, നെപ്പോളിയൻ്റെ ധീരതയെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഓരോരുത്തരുടെയും. അതുപോലെ തന്നെ ഈ കാർഡിനൽ ട്രേറ്റ്സിൻ്റെ അത്രത്തോളം ശക്തി അല്ലേ, അത്രത്തോളം പ്രകടമല്ലാത്ത സ്വഭാവ സവിശേഷതയാണ് നമുക്ക് സെൻട്രൽ ട്രേറ്റ് എന്ന് പറയും. വിശ്വസ്തത എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അവൻ വിശ്വസ്തനാണ്. ഇതൊക്കെ നമുക്ക് ഇത് സെൻട്രൽ ട്രേറ്റിൽ ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ സെക്കൻഡറി ട്രേറ്റും നമ്മൾ പഠിച്ചു. ഇത് ഉറപ്പായിട്ടും വരുന്നതാണ് കേട്ടോ, മറന്നു പോരുത്. അടുത്തത്, മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാതെ വിച്ച് ഈസ് നോട്ട് ആൻ എയിം ഓഫ് ഇവാലുവേഷൻ. ഇവാലുവേഷനെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇതൊക്കെ വരാറുണ്ട്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഇത് അറിയില്ലെങ്കിൽ ഉടനെ തന്നെ നോക്കി വെക്കണം കേട്ടോ. സോ ഇവിടെ ഇവാലുവേഷൻ്റെ ലക്ഷ്യമല്ലാത്തത് ലേബലിംഗ് അല്ലേ, മുദ്രണം ചെയ്യുക. ഗിവിങ് ഫീഡ്ബാക്ക്, കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, വേണ്ടേ? ഫീഡ്ബാക്ക് അതിൽ നിന്ന് ലക്ഷ്യമാണ്. ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, കുട്ടികളെ അല്ലേ ഡയഗ്നോസിസ് നടത്തുക, അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുക. പിന്നെ സ്ഥാനം നൽകുക, പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ അല്ലേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ലാബലിംഗ്, ഒരാളെ ലാബൽ ചെയ്യരുത്, അവൻ പഠിക്കാത്ത കുട്ടിയാണ്, പഠിപ്പിയാണ് അല്ലേ. അപ്പോൾ അത് എന്തല്ല, ഒരു എക്സാമിൻ്റെ ലക്ഷ്യമല്ല, ഇവാലുവേഷൻ്റെ ലക്ഷ്യമല്ല. നെക്സ്റ്റ്, പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച
ഒരു ആശയത്തിലെത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ പറയുന്നത് നമുക്കറിയാം. ഈ റീസണിങ്ങിൻ്റെ പല ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻഡക്റ്റീവ്, അതുപോലെ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റോ ഡിഡക്റ്റീവ്, ഇല്ലോജിക്കൽ. എന്താണ് ഇവിടെ ആൻസർ വരുന്നടാ? പല പരീക്ഷണ സന്ദർഭങ്ങൾ, അതായത് ഡിഫറൻ്റായ കാര്യങ്ങളിലൂടെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആഗമന ചിന്ത, ഇൻഡക്റ്റീവ് അല്ലേ? എന്നാൽ ഒരു പൊതുതത്വത്തിൽ നിന്ന് വിവിധ വശലെ പാർട്ടിക്കുലർ ആയ കാര്യങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ത്? ഡിഡക്റ്റീവ്. പറഞ്ഞു ജനറൽ ആയ കാര്യത്തിൽ നിന്ന് പേർട്ടിക്കുലറിലേക്ക് പോകുന്നതാണ് ഡിഡക്റ്റീവ്. ഓക്കെ. എന്നാൽ പല പരീക്ഷണ സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് പേർട്ടിക്കുലർ ആയതാണ്. പേർട്ടിക്കുലറിൽ നിന്ന് ഒരു ജനറൽ ആയ കാര്യത്തിലേക്ക്, ഒരു പൊതുതത്വം അല്ലേ, ഒരു ആശയത്തിൽ എത്തിച്ചേരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി അല്ലേ? നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. അന്ത്യബാല്യം നമ്മൾ ആലോചിച്ചാണ്. അന്ത്യബാല്യം, ആദ്യബാല്യം, അതിനു മുമ്പ് ശൈശവം. ഈ ഘട്ടത്തിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാവാത്ത എന്താണ്? ലേണിംഗ് ടു ടോക്ക്, സംസാരിക്കാൻ പഠിക്കുക. കുട്ടി അന്ത്യബാല്യത്തിലെത്തുമ്പോഴാണോ സംസാരിക്കാൻ പഠിക്കുന്നത്? അല്ല. അപ്പോൾ അത് തന്നെയാണ് അതിൽ പെടാത്തത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. മറ്റുള്ളതും കൂടി നോക്കാം. ലേണിംഗ് ഫിസിക്കൽ സ്കിൽ നെസസറി ഫോർ ഓർഡിനറി ഗെയിം, സാധാരണ കളികൾക്ക് ആവശ്യമായ ഫിസിക്കൽ സ്കില്ല് കുട്ടി നേടിയെടുക്കും. അതെ. ലേണിംഗ് ടു ഗെറ്റ് അലോങ് വിത്ത് ഏജ് മേറ്റ്, തൻ്റെ കൂട്ടുകാർ അതേ പ്രായത്തിലുള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ അല്ലേ? ഏജ് ഓഫ് കൺഫോമിറ്റി. ഡെവലപ്പിംഗ് ഫണ്ടമെൻ്റൽ സ്കിൽസ് ഇൻ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്, അതിലൊക്കെ അടിസ്ഥാനമായിട്ടുള്ള സ്കിൽ അവന് സ്വായത്തമാക്കും. ഇതെല്ലാം അവനിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇനി ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷ തത്വത്തിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? സുഖതത്വത്തിൽ. നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന തത്വം ഫോളോ ചെയ്യുന്നത് സൂപ്പർ ഈഗോ, ഈഗോ, ഇത്, ലിബിഡോ. ഏതാണതാ? അത് ഇതാണ് കേട്ടോ. നമുക്കറിയാം ഇതിൻ്റെ പ്രിൻസിപ്പിൾ പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഈഗോ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അല്ലേ? റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. സൂപ്പർ ഈഗോ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, ഒരു ധാർമ്മിക അല്ലേ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ലിബിഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജന്മനാ അല്ലേ വാസനപരവും പ്രാകൃതവുമായ ചോദനകൾ കുടികൊള്ളുന്ന ഇതാണ് ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം അല്ലേ, ലിബിഡോ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് കൊടുക്കുന്ന ഊർജത്തിന് പറയുന്ന പേരാണെന്ത്? ലിബിഡോ. ക്ലിയർ അല്ലേ? അപ്പോൾ ലിബിഡോ എന്താണെന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്രമാണ് അല്ലെ, മോസ്റ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി സൈക്കോളജി പഠിക്കുന്നതിൽ നമ്മൾ ഏറ്റവും വസ്തുനിഷ്ഠമായത് ഏതാണെന്ന ചോദ്യം. പല മെത്തേഡുകളുണ്ട്. ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ മൂന്നും അത് ഏറ്റവും ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതിലെ വസ്തുനിഷ്ഠം എന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലാണ്. നിരീക്ഷണം നടത്തുമ്പോൾ നിരീക്ഷകൻ്റെ പല സ്വാധീനങ്ങളുണ്ട്. അഭിമുഖം നടത്തുമ്പോഴും അത് വരുന്നുണ്ട്. സോ എന്നാൽ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ എന്തിന് ഏറ്റവും ഒബ്ജക്റ്റീവായ മെത്തേഡ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം അല്ലേ? നെക്സ്റ്റ്. താഴെ പറയുന്നതിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം കണ്ടോ, ക്രിയേറ്റിവിറ്റിയുമായി മറ്റൊരു ക്വസ്റ്റ്യൻസ്. ഇത് അല്ലേ നമ്മൾ സാധാരണ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസം ചോദിക്കാറുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയൊരു ചോദ്യം കണ്ടോ. വിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഡിഫൻസ് മെക്കാനിസം. റിഗ്രഷൻ, പ്രൊജക്ഷൻ, സബ്ലിമേഷൻ, റിപ്രഷൻ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി സബ്ലിമേഷൻ ആണ് അല്ലേ? ഉള്ളിലൊതുക്കി ചില അല്ലേ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയ കാര്യങ്ങൾക്ക് അല്ലെ എന്ത് ചെയ്യും? സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളെ വഴിതിരിച്ചു വിടുകയാണ്. നമുക്കറിയാം നല്ലൊരു പെയിൻറ്റർ അല്ലേ, നല്ലൊരു ചിത്രകാരൻ, ചിലപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളോ അല്ലെങ്കിൽ മറ്റതിനോടോ കാണിക്കുന്ന അല്ലേ എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ അവന് നല്ലൊരു പെയിൻറ്റിങ് ആയിട്ട്, നല്ലൊരു ചിത്രമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരുന്നു. അവൻ്റെ ദുഃഖങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഡൈവേർട്ട് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റബിൾ ആയ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചാൽ മതി. അതിനാണ് സബ്ലിമേഷൻ എന്നുള്ള ഉദ്ദേശം. അപ്പോൾ അത് നമ്മൾ അതിന് ക്രിയേറ്റിവിറ്റിയിൽ അതാണ് ശരിക്കും നടക്കുന്നത്.
ഓക്കെ, പ്രൊജക്ഷൻ പ്രക്ഷേപണം നമുക്കറിയാം അല്ലേ, മറ്റൊരാളുടെ മേൽ ആ കാര്യങ്ങൾ ചുമത്തുക, പ്രക്ഷേപണം നടത്തുക. പരീക്ഷയിൽ തോറ്റ കുട്ടി അധ്യാപകനിൽ അത് ചുമത്തുക, എൻ്റെ കാരണം അധ്യാപകനാണ് എന്ന് പ്രക്ഷേപണം നടത്തുന്നതിനാണ് എന്ത് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഏറ്റവും കുറവ് സൂക്ഷ്മപേശി ചലനം ആവശ്യമുള്ള പ്രവർത്തനം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. മോട്ടോർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതും ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റും ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിയല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് സൂക്ഷ്മപേശി ചലനം എന്നാ ഉദ്ദേശിച്ചത്, സൂക്ഷ്മപേശി ചലനം ആവശ്യമുള്ളതെന്നല്ല, ഏറ്റവും കുറവ് ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പോൾ പിക്കിംഗ് അപ്പ് റെഡ് അബ്രസ് അല്ലെ, അതായത് ഒരു മഞ്ചാടിക്കുരു പെറുക്കുക, സൂക്ഷ്മശേഷി ചലനം വളരെ അത്യാവശ്യമാണ്. തറയിൽ വീണ സൂചി എടുക്കുന്നതിനും അത് ആ രീതിയിൽ തന്നെ നമ്മുടെ ഫൈൻ മോട്ടോർ മസിൽസ് വികസിക്കണം. പേന കൊണ്ട് എഴുതുക, ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുക. അപ്പോൾ ഈ അവസാനത്തെ രണ്ടിൽ ഏതായിരിക്കും കുറച്ചുകൂടി? പേന കൊണ്ട് അക്ഷരങ്ങൾ എഴുതുന്നതാണോ ക്രയോൺ കൊണ്ട് വരയ്ക്കുന്നതാണോ? അപ്പോൾ നമുക്കറിയാം കുട്ടികൾ ആദ്യഘട്ടത്തിൽ അവർ ക്രയോൺ വരച്ച് പഠിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഫൈൻ മോട്ടോഴ്സ് മസിൽസുകൾ അത്ര ഉപയോഗിച്ചാൽ മതി. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തിരിക്കുന്ന ജോഡി ഏതാണ്? ശരിയായി ചേർത്തിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കൺസെപ്റ്റ്, ഒരുപാട് തിയറീസ് മനസ്സിലായാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് പാവ്ലോവുമായി ബന്ധപ്പെട്ടതാണോ? അതെ, ഇല്ല, കറക്റ്റാണ്. നമുക്കറിയാം പഠനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലേണിംഗ് എന്നുള്ളത് പിയാഷെ ആണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, ആരാ പറഞ്ഞത്? അത് വൈഗോഡ്സ്കി ആണ്. വൈഗോഡ്സ്കി. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ, അതാരായിരുന്നടാ? സ്കിന്നർ അല്ലേ? സ്കിന്നർ അല്ലടാ, വാട്സണുമായി ബന്ധപ്പെട്ടതാണോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ? സോ അത് സ്കിന്നറാണ്. സോ ഇവിടെയും തെറ്റ്. ഇനി കണ്ടെത്തൽ പഠനം ബന്ദുരയാണോ ഡിസ്കവറി ലേണിംഗ്? ഡിസ്കവറി ലേണിംഗ് ആരുതാണ്? ബ്രൂണർ ആണല്ലോ, ബ്രൂണർ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഇതൊക്കെ ആരുടേതാണ്? ബ്രൂണറുടേതാണ്. സോ ബന്ദുരയുടെ അതല്ല. ബന്ദുരയുടെ എന്തായിരുന്നു നിങ്ങൾ പറയൂ, എന്താണ്? ഞാൻ എസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ ഒന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബന്ദുരയുടെ എന്ത് തിയറിയാണ്? ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം, എന്നാലൊന്ന് പറഞ്ഞു നോക്കൂ. അതുപോലെ ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ? പിയാഷെയുടെ കൺസെപ്റ്റ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിയാഷെയുടെ എല്ലാ നമ്മളുണ്ടല്ലോ, പിയാഷെ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അസിമിലേഷൻ, അക്കമഡേഷൻ, ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കോൺക്രീറ്റ് ഓപ്പറേഷണൽ, പ്രീ ഓപ്പറേഷണൽ ഇതൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എങ്ങനെയാണ് ഇത് ആൻസർ കണ്ടെത്താൻ പറ്റുക എന്ന് അറിയുന്നു അല്ലേ, ഒരു കൺഫ്യൂഷൻ. നമുക്കറിയാം ഈ ഭയം അല്ലേ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഇത് ഒരു ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ്, വാട്സൻ്റെ ആ ഒരു അല്ലേ നമുക്കറിയാം. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നത്? ആൽബർട്ട് 9 മാസമായ പ്രായമായ കുട്ടിയെ പലതും അല്ലേ പല കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൈറ്റ് റാറ്റിനെ കാണിക്കുന്നു. കുട്ടിയിൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു അല്ലേ ഭയങ്കര നോയ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടി പേടിക്കുന്നത്. ഇങ്ങനെ ഇതിനിൽ നിന്ന് എന്ത് ചെയ്തു? ഫോബിയാസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി. അപ്പോൾ ഇത് നമ്മൾ ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാടാ? ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, ലാറ്റൻ ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്. ഏതാണത്? അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലേ, പാവ്ലോ അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ്, നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിൽ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി അല്ലേ എന്താണ്? വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ യുവർ പ്രൈമറി ക്ലാസ് ഓൾവേസ് വിത്ത്രോസ് ഫ്രം പ്ലേസ്. അപ്പോൾ നമുക്ക് ഈ കുട്ടിയെ പഠിക്കാൻ എന്താണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, സർവേ, ഒബ്സർവേഷൻ എന്താ ഈ കുട്ടിയിൽ നടത്തുക? നമ്മൾ എന്തിലാണ്? കേസ് സ്റ്റഡിയാണ് നടത്തുക അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേസ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പരം ബന്ധപ്പെട്ട വസ്തുക്കളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? അപ്പോൾ നമുക്കറിയാം എ നെറ്റ്വർക്ക് അസോസിയേറ്റഡ് ഫാക്ട്സ് ആൻഡ് കൺസെപ്റ്റ് ദാറ്റ് മേക്ക് അപ്പ് അവർ ജനറൽ നോളജ്. ഫാക്റ്റ്, കൺസെപ്റ്റ് നമ്മുടെ മെമ്മറിയിൽ അല്ലേ, മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം മെമ്മറി ലോങ് ടൈം അല്ലേ, ഇന്ദ്രിയപരമായ സെൻസറി ആ ഒരു അല്ലേ ഇന്ദ്രിയപര മെമ്മറി ഉണ്ട്. പിന്നെ അത് ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ലോങ് ടൈം മെമ്മറിയിലേക്ക്
അങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ. ഇന്ത്യപരമായിട്ടുള്ള ഓർമ്മകൾ ഈ 2 മെമ്മറിയിലേക്ക് മാറുന്നു. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല, നമ്മുടെ ഫാക്റ്റ് അതുപോലെ തന്നെ കൺസെപ്റ്റുകളൊക്കെ ഏത് തരം മെമ്മറിയിലാണ് നമ്മൾ അത് അത്തരം മെമ്മറിയുടെ പേരെന്താണ്? എപ്പിസോഡിക്, എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്, സെമാൻറ്റിക്. അതിനെ പറയുന്ന പേരാണ് എന്ത്? സെമാൻറ്റിക് മെമ്മറി കേട്ടോ. എന്താണ്? സെമാൻറ്റിക് മെമ്മറി. അപ്പോൾ ഇവിടെ എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിസോഡിക് മെമ്മറി നമുക്കറിയാം, നമ്മുടെ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, അതുപോലെ വ്യക്തിപരമായ സംഭവങ്ങൾ ഓർമ്മിക്കുക, ഇത്തരം കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വെക്കാനും വിശദീകരിക്കാൻ കഴിയും. ലൈഫ് എക്സ്പീരിയൻസുമായി ലൈഫുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവർ കുറച്ചധികം കാലം ഓർത്തിരിക്കും. അതിനാണ് നമ്മൾ എപ്പിസോഡിക് എന്ന് പറയുക. എന്നാൽ നമുക്കറിയാം പ്രൊസീജിയറൽ മെമ്മറി, പ്രക്രിയപരമായ ഒരു മെമ്മറി ഉണ്ട്, നമ്മുടെ വിവിധ സ്കില്ലുമായി ബന്ധപ്പെട്ട മെമ്മറീസ്. അതിനാണ് നമ്മൾ എന്താ പറയുക? പ്രൊസീജിയറൽ മെമ്മറി. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുക, നീന്തൽ, സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലേ, അത് ഓർത്തിരിക്കുന്ന മെമ്മറിയാണെന്ത്? പ്രൊസീജിയറൽ മെമ്മറി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ പിയാഷെയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തത് ഏത്? നേരത്തെ നമ്മൾ ഓപ്ഷനിൽ ഇങ്ങനെ പറഞ്ഞത് പിയാഷയെക്കുറിച്ച് ഒരുപാട് ചോദ്യം വരാറുണ്ട്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തതാണ് ചോദിച്ചതോ? കുട്ടിയുടെ അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് അല്ലേ, നോളജ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ പെട്ടത് തന്നെയാണ്. ലേണിംഗ് ഈസ് കോൺഷ്യസ്, ഡെലിബറേറ്റ് ആൻഡ് ആക്ടിവിറ്റി അല്ലേ, അത് ഡെലിബറേറ്റ് ആണ്, കോൺഷ്യസ് ആണ്, അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. ഇച്ഛാപൂർവ്വം നടക്കുന്ന പ്രവർത്തനമാണ് പഠനം. ഇനി നോളജ് വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വിൽ ബി കൺസിഡർ ആസ് മീനിങ്ലെസ്. ഈ വേർഡും ശ്രദ്ധിക്കണേ, നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും അല്ലേ. നമ്മുടെ നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുന്ന ഏത് വിജ്ഞാന ഘടകവും അല്ലേ, അത് എന്താണ്? മീനിങ് ഫുൾ ആണെന്നല്ലേ, മീനിങ് ലെസ് ആണെന്നാണോ? സോ ഇത് പിയാഷെയുമായി ബന്ധപ്പെട്ടതല്ല. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. ലേണിംഗ് ആൻഡ് ലൈഫ് ഡെവലപ്മെൻറ്റ് ആർ ബയോളജിക്കൽ പ്രോസസ് അല്ലേ, ജീവശാസ്ത്രപരമായൊരു പ്രക്രിയയാണ് പഠനവും വികാസവുമായി ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട ബയോളജിക്കലി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായ കുറച്ച് ചോദ്യങ്ങൾ ഇതിലൂടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി തീവ്രമായിട്ട് നമുക്ക് കുറച്ചധികം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഉറപ്പായിട്ടും നമ്മളെ ചാനലിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് കാത്തിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.